ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ പലഹാരമായിട്ടാണ്. പുറമേയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ ഉള്ളൊക്കെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നവടയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഉഴുന്ന് 5 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് പകുതി ഉഴുന്ന് ഒരു മിക്സർ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ടൊരു 5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള പകുതി ഉഴുന്ന് കൂടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒട്ടും തരികളൊന്നും ഉണ്ടാവരുത്. നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുക്കണം. ഈ ഒരു മാവിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് നോക്കാം. ഇതുപോലെ മാവ് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് പാകമാണ്. ഇനി ഒരു മാവിലോട്ട് 1/2 ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ഗ്ലാസ് കടലപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത്, 5 പച്ചമുളക് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 5 മിനിറ്റോളം നല്ല പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ മാവ് നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊങ്ങി വരും. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി കൈ ഒന്ന് നനച്ചതിന് ശേഷം കുറേശ്ശെ മാവ് എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എണ്ണയിലോട്ട് ഇട്ടെടുക്കാവുന്നതാണ്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴേ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊക്കെ മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, 2 സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ ഉഴുന്നുവട റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇതുപോലെ മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ ഒരു പെർഫെക്റ്റ് ഉഴുന്നുവട റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇതാ സെക്കൻഡ് ബാച്ചിലുള്ള ഉഴുന്നുവടയും അടിപൊളിയായി തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് കണ്ടോ, ഒട്ടും എണ്ണമയമേ ഇല്ല. ഇതിൻ്റെ പുറമേയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ കണ്ടോ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ഉഴുന്നുവട ഉണ്ടല്ലോ വൈറ്റ് കോക്കനട്ട് ചട്നിക്കൊപ്പം കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ നാടൻ ഉഴുന്നുവട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.